ധോണിയിൽ ഇത്തരത്തിൽ നിരന്തരം കാട്ടാനശല്യം ഉണ്ടാകുന്നത് കാരണം കൃഷി ഉപേക്ഷിക്കുകയാണ് എന്നൊരു കർഷകൻ പറഞ്ഞിരിക്കുകയാണ്. മേലെ ധോണി സ്വദേശിയായ രാമകൃഷ്ണനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അദ്ദേഹത്തിന്റെ 1.5 ഏക്കർ നെൽപ്പാടത്ത് ഈ 5 തവണയാണ് അവിടെ കാട്ടാന ഇറങ്ങിയത്. പിന്നെ എങ്ങനെ കൃഷിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ചോദിക്കുന്നത് രാമകൃഷ്ണൻ. ഇത് 1 ഏക്കർ 51 സെൻറ്റിലാണ് ഈ കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ആന ഇറങ്ങി എനിക്കൊന്നും കിട്ടിയില്ല. ആന ഇതുപോലെ തന്നെ 6-7 തവണ ഇറങ്ങി എനിക്കൊന്നും കിട്ടിയില്ല, നഷ്ടത്തിലായിരുന്നു. പിന്നെ ഈ മണ്ണിനോടുള്ള താല്പര്യം കൊണ്ട് വെറുതെ ഇടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ചെയ്യണം. എന്താ ഇപ്പോൾ തൊട്ടടുത്ത് നിങ്ങൾ കാണുന്നുണ്ട്, അത് തരിശായി കിടക്കുന്നത്. ഇതും അതുപോലെ തന്നെ തരിശാകും. വെറും വാക്കല്ല, ശരിക്കും മടുത്തിട്ടാണ് പ്രായം 70 കഴിഞ്ഞ ഈ മനുഷ്യൻ പറയുന്നത് കൃഷി ഉപേക്ഷിക്കുകയാണെന്ന്. 5 തവണയാണ് ഇത്തവണ രാമകൃഷ്ണന്റെ പാടത്ത് കാട്ടാന ഇറങ്ങിയത്. ഇന്നലെ ഫോറസ്റ്റുകാരാണ് ആട്ടിവിട്ടത്. മിനിഞ്ഞാന്ന് അതായത് 2 ദിവസം മുന്നേ ഇറങ്ങുമ്പോൾ ആ ഭാഗത്ത് ആന ഇറങ്ങി. ആ ഭാഗത്തു നിന്ന് ആന വടക്ക് ഭാഗത്ത് ഇറങ്ങിയിട്ട് നേരെ ആന ഈ റബ്ബർ തോട്ടത്തിനകത്ത് കയറി. അവർ കണ്ടില്ല എന്നാണ് പറയുന്നത്. കാണാതെ ആന പിന്നെ വന്ന് നശിപ്പിക്കുകയായിരുന്നു, ഇവിടെ നശിപ്പിക്കുകയായിരുന്നു. ഒരു 1/2 ഏക്കർ പൂള കൃഷി ചെയ്തിരുന്നു. അത് അവർക്കൊന്നും കിട്ടിയില്ല, കംപ്ലീറ്റ് നശിപ്പിച്ചു കൊണ്ടുപോയി. ഇതിപ്പോൾ ഇനി കൊയ്യണമെങ്കിൽ ഇനി ഒരാഴ്ച കഴിയണം. ഈ ഒരാഴ്ചൻ്റെ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലൊന്നും ഉണ്ടായില്ല. വിത്ത് വിതച്ച് വിളവെടുക്കുന്നത് വരെയുള്ള ഒരു കർഷകന്റെ അധ്വാനമെല്ലാം ഒറ്റ രാത്രിയിൽ കാട്ടാന ചവിട്ടിമെതിക്കുമ്പോൾ പിന്നെന്ത് ചെയ്യാനാണ്? എല്ലുമുറിയെ പണിയെടുത്ത് അന്തിമയങ്ങുമ്പോൾ ഒന്ന് മയങ്ങണം. പക്ഷേ കാട്ടാന ഉറക്കം കെടുത്തിയിട്ട് നാളേറെയായി. ഈ പ്രായത്തിൽ ഇനി വയ്യ. അതുകൊണ്ടാണ് നെൽകൃഷി വേണ്ടെന്ന് വെക്കുന്നത്. നിസ്സഹായത നിറഞ്ഞ ഈ വാക്കുകളിൽ തളം കെട്ടി നിൽക്കുന്നുണ്ട് വേദന. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്.